മുന്നണികൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. എനിക്കിപ്പം ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ചേരുന്നുണ്ട്. പ്രവീണേട്ട, പ്രചാരണ ചൂടിലേക്ക് മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉൾപ്പെടെ വന്നു. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? UDF-നെ സംബന്ധിച്ച് നല്ല കാലമാണ്, നല്ല പ്രതീക്ഷയാണ്. UDF-കാർ നല്ല ആവേശത്തിലാണ്. സാധാരണക്കാരൻ UDF-നെ ജയിപ്പിക്കാൻ കാത്തിരിക്കുന്നു. കോഴിക്കോടും വടകരയിലും പൂർണ്ണമായും UDF കീഴടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ കീഴടക്കുന്നത് മാത്രമല്ല, സങ്കല്പത്തിനപ്പുറത്തുള്ള ഭൂരിപക്ഷമായിരിക്കും കോഴിക്കോടും വടകരയിലും തവണ UDF-ൽ കയറി പോകുന്നത്. ജനങ്ങൾ അത്ര തയ്യാറെടുത്തിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉന്നയിച്ചൊരു ആരോപണമുണ്ട്. അതായത് ഒരു മതതീവ്രവാദ സംഘടനകളുടെ കൺസോർഷ്യം രൂപീകരിക്കപ്പെടുകയും കോഴിക്കോട് LDF-ന് അനുകൂലമായും വടകരയിൽ UDF-ന് അനുകൂലമായുമുള്ള നീക്കം ഇതിനോടകം നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ മതതീവ്രവാദികൾ RSS-കാരാണ് ഈ സംസ്ഥാനത്തിൽ. ആ RSS-ൻ്റെ മുന്നണി പോരാനാണ് PK കൃഷ്ണദാസ്. ആൾക്ക് എന്ത് അർഹതയുള്ളത് പറയാൻ? പിന്നെ മുന്നണി ബന്ധവും രഹസ്യബന്ധവും ഉള്ളത് കോൺഗ്രസും അല്ലെങ്കിൽ ഏതെങ്കിലും മത സംഘടനയുമായിട്ടല്ല. ബന്ധമുള്ളത് മത തീവ്രവാദ സംഘടന RSS-ഉം CPM-ഉം തമ്മിലാണ്. അവർ തമ്മിലാണ് ബന്ധമുള്ളത്. ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ മത സംഘടന RSS-ആണ്. ആ RSS-ഉമായി ബന്ധമുള്ള CPM-നാണ്. കോൺഗ്രസിൻ്റെ രക്തത്തിൽ ഒന്നും പങ്കില്ല. അത്തരത്തിൽ ഒരു കൂട്ടുമുന്നണി എന്നുള്ള നിലയ്ക്ക് കോഴിക്കോടും വടകരയും പ്രവർത്തിക്കുന്നുണ്ടെന്ന് കരുതുന്നു. വടകരയിൽ പൂർണ്ണമായിട്ടുണ്ട്, കോഴിക്കോട് ഭാഗികമായിട്ടുണ്ട്. വടകരയെ സംബന്ധിച്ച് ഏറ്റവും അപ്രസക്തനായ സ്ഥാനാർത്ഥിയെ BJP നിർത്തിയത് KK ശൈലജ സഹായിക്കാനാണ്. മാത്രമല്ല, KK ശൈലജ അസംബ്ലിയിൽ മത്സരിച്ചവர்களൊക്കെ തന്നെ അവരുടെ ആ കാലഘട്ടങ്ങളിലൊക്കെ തൊട്ട് മുമ്പ് BJPക്ക് ലഭിച്ചതിനേക്കാൾ പകുതി വോട്ട് ലഭിക്കാറുള്ളൂ. ആ പ്രതീക്ഷയിലാണ് ഇത് അവർ നിർത്തിയിരിക്കുന്നത്. RSS CPM ബാന്ധവത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ശൈലജയുടെ വടകര സ്ഥാനത്തുള്ള ആരോപണം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. K മുരളീധരനെ വടകരയിൽ നിന്ന് മാറ്റിയത് ഈ കൺസോർഷ്യത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് കൃഷ്ണദാസിൻ്റെ ആരോപണം. ഞാൻ ചോദിക്കട്ടെ, K മുരളീധരനെ മാറ്റിയത് കേരളത്തിൽ താമര വിരിയാതിരിക്കാനാണ്. ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഫാസിസ്റ്റുകളെ നേരിടുവാൻ കോൺഗ്രസും UDF-ഉം ഉള്ളത് മതേതര സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് വടകരയിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള K മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറ്റിയത്. എന്തുകൊണ്ടെന്ന് ഗുണം കിട്ടി? K മുരളീധരൻ തൃശ്ശൂരത്തോടുകൂടി മത്സരം UDF-ഉം LDF-ഉം തമ്മിലായി. സുരേഷ് ഗോപി അപ്രസക്തനായി, BJP അപ്രസക്തമായി. ആ കേരളത്തിൻ്റെ മണ്ണിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമായിട്ടാണ് UDF മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റിയത്. സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച ദിനത്തിൽ നിന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചെയ്യുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് തീർച്ചയായിട്ടും ന്യായമായ ആവശ്യമാണ്. കാരണം UDF-ഉം കോൺഗ്രസും ഇന്ത്യ മുന്നണിയൊക്കെ എല്ലാ മതവിശ്വാസങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന മുന്നണിയും പാർട്ടിയും ഒക്കെ തന്നെയാണ്. വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മാറ്റുന്ന ഉചിതമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം. ആ കാര്യത്തിൽ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ ചൂടിലേക്ക് പൂർണ്ണമായും കടന്നു കഴിഞ്ഞു. തീർച്ചയായും ചൂട് കഴിഞ്ഞു, രംഗമുണർന്നു കഴിഞ്ഞു. UDF പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. മതേതര വിശ്വാസികളും കോഴിക്കോട്ടെയും വടകരയിലെയും ജനങ്ങളും UDF-ന് വലിയൊരു ഭൂരിപക്ഷം കൊടുക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇത്തരത്തിലാണ് കാര്യങ്ങൾ. തെരഞ്ഞെടുപ്പിൻ്റെ ആ ചൂട് പൂർണ്ണമായും വന്നു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എനിക്കിപ്പോൾ സംസാരിച്ചത് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറാണ്.